ഗൈസ്, ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ വളർത്തുന്ന മീനും പിന്നെ ബേസിനും അതെല്ലാം ഞാൻ ടെറസിൽ കൊണ്ടുവച്ചു. ടെറസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ടെറസുണ്ട്. ഒരു ടെറസിലാണ് മറ്റേ അക്വേറിയം എല്ലാം വെച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ മുഴുവൻ ഷീറ്റ് ഇട്ടു. അപ്പം ഇവിടെ നല്ല വെയിൽ കുറവുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഈ മീനുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു. താഴെ ആകുമ്പം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മീനുകളെയെല്ലാം ഇവിടെ കൊണ്ടുവന്നു. ഇപ്പം ഞാൻ ബേസിനും അതെല്ലാം വെച്ച് വെള്ളമൊക്കെ നിറച്ചു. കുറച്ചെണ്ണത്തിനകത്ത് മീനെ ഇട്ടു. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഒരു ബേസിൻ ഇരിപ്പുണ്ട് ഗൈസ്. അവിടെ ഒരു ബേസിൻ ഇരിപ്പുണ്ട് ഗൈസ്. ഇനിയും ഇതിനകത്ത് വെള്ളം പിടിച്ച് വെച്ചേക്കുക. അവിടെ ഉള്ളതിനൊക്കെ വെള്ളം പിടിച്ച് വെച്ചേക്കുക. ഇവിടെ ആണെങ്കിൽ ഒരു 5 ബേസിൻ ഇരിപ്പുണ്ട് ഗൈസ്. ഞാൻ ഈ വല മാറ്റി കാണിച്ചത്. ഇതൊരു 5 എണ്ണം ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. 5 എണ്ണം ഇരിപ്പുണ്ട് ഗൈസ്. അത് ചെറിയ ബേസിൻ ആയതുകൊണ്ട് മനസ്സിലാകത്തില്ല ഗൈസ്. ഇതിനകത്തൊക്കെ വെള്ളം പിടിച്ചിട്ടില്ല. ഇതിനകത്ത് വെള്ളം പിടിച്ചിട്ടില്ല. ഇതിലും വെള്ളം പിടിച്ചിട്ടില്ല ഗൈസ്. പിന്നെ ഇതിനകത്ത് മോളി ബ്രീഡായി കിടപ്പുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. മോളിയൊക്കെ വേറെ ടാങ്കിലേക്ക് കിടക്കുന്നത്. 2 ദിവസം ഇത് 4 കുഞ്ഞുങ്ങളുണ്ട്. 2 ദിവസം അവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, 4 കുഞ്ഞുങ്ങളുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ 3 എണ്ണത്തിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്തും വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2ലും. പിന്നെ ഇതിനകത്ത് വെള്ളം പിടിച്ചിട്ടില്ല ഗൈസ്. ഇങ്ങനത്തെ ഒരു ബേസിൻ വെച്ചപ്പം അത് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് വെള്ളം വീണതാണ് ഇതിനകത്ത് ഗൈസ്. അതിനകത്ത് വെള്ളം കിടക്കുന്നുണ്ട് ഗൈസ്. ഇതിനകത്തും വെള്ളം പിടിച്ചിട്ടില്ല. ഇതിനകത്തൊക്കെ വെള്ളം പിടിക്കാറുണ്ട് ഗൈസ്. ഇതിനകത്ത് നമ്മുടെ 2 മോളിയും നിൽപ്പുണ്ട്. ഗൈസ് പിന്നെ ഇതിനകത്താണെങ്കിൽ കോഴിക്കാർപ്പും റോസി ബാർബുമാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തെല്ലാം കുഞ്ഞ് കോഴിക്കാർപ്പാണ് ഗൈസ്. പിന്നെ ഇതിനകത്ത് ഒന്നുമില്ല ഗൈസ്. ഇതിനകത്താണ് ഗൗരയെല്ലാം കിടക്കുന്നത്. ജയൻറ്റും സാധാരണ 5 ഗൗര ടോട്ടൽ കിടപ്പുണ്ട്. അവിടെ നമ്മുടെ ജയൻ്റ് ഗൗര അവിടെ ഉണ്ട്. ജയൻ്റ് ഗൗരയെ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായതുള്ളതുകൊണ്ട് അത് പേടിച്ചിരിക്കുകയാണ് ഗൈസ്. അവിടെ 2 എണ്ണവും അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ ബേസിനുള്ള ഇച്ചിരി വലിപ്പമുള്ള കോഴിക്കാർപ്പ് കിടപ്പുണ്ട്. കാണിച്ചത് ഗൈസ്. ഇവിടെ ഇത് ഇനി മാറ്റി നോക്കിയാൽ ഇതിനകത്ത് ഇച്ചിരി വലിയ കോഴിക്കാർപ്പാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ വേറെ 2 ബേസിൻ ആവശ്യത്തിന് യൂസ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗപ്പിക്ക് ഉണ്ടാക്കിയ ബ്രീഡിങ് കേജാണ്. ഇത് കുറച്ചെണ്ണം കൂടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ പണ്ട് ഒത്തിരി ഗപ്പി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ കുറച്ചെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അത് പക്ഷേ ചെതൽ കയറിപ്പോയി. ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനകത്താണെങ്കിൽ കോഴിക്കാർപ്പിൻ്റെ വലിയ സൈസ് കിടപ്പുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സൈസ്. ഇപ്പോൾ ഇതിനകത്തിലെ ഏറ്റവും വലുത് ഇതുങ്ങളാണ്. ഞാൻ ആ വാഴ അങ്ങോട്ടിട്ടു ഗൈസ്. ഇനി ഇതിനകത്ത് ഈ കാലിയായിട്ട് കിടക്കുന്നത് അതിനകത്തൊക്കെ മീനെ മേടിച്ചിരുന്നതാണ്. ഗപ്പി അങ്ങനത്തെ മീനുകളായിരിക്കും. അപ്പം എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.